السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസരത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആലി ഇമ്രാനിലെ 157 വചനത്തിന് നൽകിയ വിശദീകരണത്തിൻ്റെ അവസാന പാരഗ്രാഫിൽ ഇപ്രകാരം പറയുന്നു: Thus, the life and death are at the will of Allah. ചുരുക്കത്തിൽ ജീവിതവും മരണവും അള്ളാഹുവിൻ്റെ ഇച്ഛകൾക്കനുസൃതമായിട്ടാണ്. അവൻ എന്താണോ ഒരു മനുഷ്യനെ പറ്റി ഇച്ഛിക്കുന്നത് അതനുസരിച്ച് ഉള്ള ഒരു ജീവിതവും മരണവും അത് അവൻ്റെ കൈകളിലാണ്. എപ്പോഴും നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ ജീവിതം, ഇന്നത്തെ പകൽ, ഇന്നത്തെ രാവ് നമുക്ക് ലഭിക്കുന്നു എങ്കിൽ അത് അവൻ്റെ കാരുണ്യം കൊണ്ടാണ്. അതുപോലെ മരണവും അവൻ്റെ കൈകളിലും അവൻ്റെ ഇച്ഛകളിലുമാണ്. ഈ പരമമായ യാഥാർത്ഥ്യം മനുഷ്യൻ മനസ്സിലാക്കുമെങ്കിൽ അവൻ ഈ ഭൂമുഖത്ത് ശാന്തനായി സമാധാന ചിത്തമുള്ളവനായി ജീവിക്കുവാൻ സാധിക്കുന്നതാണ്. ഷുഡ് അല്ലാഹ് വിഷ് യു ഡെത്ത്, അല്ലാഹു തആല നിങ്ങൾ മരണപ്പെടണമെന്ന് ഉദ്ദേശിച്ചാൽ, then death shall you encounter, അപ്പോൾ നിങ്ങൾ തീർച്ചയായും മരണത്തെ അഭിമുഖീകരിക്കുക തന്നെ ചെയ്യും. ഈവൻ ഇഫ് യു ഹൈഡ് ഇൻ യുവർ ഹോംസ്, നിങ്ങളുടെ വീടുകളിൽ ഒളിച്ചിരുന്നാൽ പോലും, മറഞ്ഞിരുന്നാൽ പോലും, സുരക്ഷിതമായിരുന്നാൽ പോലും അവൻ നിങ്ങളെ മരിപ്പിക്കണം എന്നുദ്ദേശിച്ചാൽ അവൻ അത് നിർവഹിച്ചിരിക്കും. ഡെത്ത് ഇൻ ദ പാത്ത് ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ വഴിയിൽ ഉള്ള മരണം ഈസ് എ ബ്ലസ്ഡ് ഡെത്ത്, അത് അനുഗ്രഹീതമായ ഒരു മരണം തന്നെയാണ്. വേറസ്, എന്നാൽ ദോസ് ഹു ആർ മെയ്ഡ് ടു ലീവ്, ഇനി ചില ആളുകൾ യുദ്ധത്തിൽ പങ്കെടുത്തവർ മരണപ്പെട്ടു, അത് ബ്ലസ്ഡായിട്ടുള്ള ഒരു മരണമാണ്. ഇനി മറ്റു ചിലരെ അപ്പോൾ മരിപ്പിക്കാതെ അവർ ജീവിക്കാൻ അങ്ങ് വിടുകയാണെന്നിരിക്കട്ടെ. ഡെസ്പൈറ്റ് ദം സബ്മിറ്റിംഗ് ദ വിൽ ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ ഇച്ഛയ്ക്കായിട്ട് അവർ എല്ലാം സമർപ്പിക്കുകയാണെങ്കിൽ, ബൈ ഗോയിങ് ഫോർ വാർ ഫോർ ഹിസ് കാസ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി അവർ പോയിരുന്നതാണ്, പക്ഷേ അവർ മരണപ്പെട്ടില്ല. ദെൻ ദിസ് ലൈഫ് ഈസ് റെൻഡേഡ്, അതിനെ തുടർന്ന് അവർക്ക് കുറേ കാലം കൂടി ജീവിക്കാനുള്ള അവസരം ലഭിച്ചു എങ്കിൽ അത്തരത്തിലുള്ള ജീവിതം എ ബ്ലസ്ഡ് ലൈഫ്, അനുഗ്രഹീതമായ ഒരു ജീവിതമാണ് എന്ന് കരുതുക. ബോത്ത് ലൈഫ് ആൻഡ് ഡെത്ത്, മരണവും ജീവിതവും രണ്ടും ബ്ലെസ്സിങ് ഫ്രം അല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള ഒരു അനുഗ്രഹമാണ്. ഫോർ എ സ്പെഷ്യൽ പർപ്പസ്, അപ്പോൾ ഈ ജീവിതവും മരണവും അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹമാണ്. അത് അവൻ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്, ലക്ഷ്യബോധത്തോടു കൂടിയാണ് ഇത് അവർക്ക് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം
അല്ലാഹു തആല മനുഷ്യന് ജീവിതവും മരണവും അവൻ്റെ അനുഗ്രഹമായിട്ട് നൽകിയിരിക്കുകയാണ്. അതിന് ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ അവനുണ്ട്. ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഈ ലഭിക്കുന്ന ജീവിതത്തിലൂടെയും മരണത്തിലൂടെയും നമ്മൾ സുസാധ്യമാക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുന്ന ദിനരാത്രങ്ങളാണ് ഈ ഭൂമിയിൽ മനുഷ്യർക്ക് ലഭിക്കുന്നത്. തുടർന്നുള്ള വചനത്തിൽ പറയുന്നു, വലയിൻ കുത്തിൽത്തും ഫീ സബീലില്ലാഹ് ഔ മുത്തും ലമഗ്ഫിറത്തും മിനല്ലാഹി വറഹ്മത്തുൻ ഖൈറും മിമ്മാ യജ്മഊൻ. വലയിൻ കുത്തിൽത്തും, നിങ്ങൾ കൊല്ലപ്പെടുന്നുവെങ്കിൽ, ലയിൻ കുത്തിൽത്തും, നിങ്ങൾ കൊല്ലപ്പെടുകയാണെങ്കിൽ, ഫീ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ വഴിയിൽ, ഔ മുത്തും, അല്ലെങ്കിൽ നിങ്ങൾ മരണപ്പെട്ടുവെങ്കിൽ, അപ്പം കൊല്ലപ്പെടാം, മരണപ്പെടാം. ആരെങ്കിലും നമ്മളെ കൊല്ലുവാണെങ്കിൽ നമ്മൾ അങ്ങനെ പോകാം. അതല്ല എങ്കിൽ അല്ലാഹു തആല സ്വയം തന്നെ അവൻ്റെ മലക്കുകളിലൂടെ അവൻ്റെ ജീവൻ പിടിച്ചെടുക്കുന്ന അവസ്ഥ. വീട്ടിൽ കിടന്ന് മരിച്ചു എന്ന് പറയും. ഔ മുത്തും, നിങ്ങൾ മരണപ്പെട്ടുവെങ്കിൽ, അപ്പോൾ ലമഗ്ഫിറത്തുൻ, നിങ്ങൾക്ക് പാപമോചനം ലഭിക്കുന്നതാണ്, മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന്, വറഹ്മത്തുൻ, അവൻ്റെ കാരുണ്യവും ലഭിക്കുന്നതാണ്, ഖൈറും മിമ്മാ യജ്മഊൻ. അപ്പോൾ നിങ്ങൾ സമാഹരിക്കുന്നതിനേക്കാൾ, നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നതിനേക്കാൾ, ഇഹലോകത്ത് നിങ്ങൾ സമ്പാദിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായതാണ് അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തും കാരുണ്യവും. ആ മഗ്ഫിറത്തും കാരുണ്യവും നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? ഒന്നുകിൽ അള്ളാഹിൻ്റെ വഴിയിൽ നിങ്ങൾ കുത്തിൽത്തും, നിങ്ങൾ മരണപ്പെട്ടു, രക്തസാക്ഷിയായി. ഇനി അത് രക്തസാക്ഷിയാവാതെ അവനെ സാധാരണഗതിയിൽ അവിടെ നിന്നും രക്ഷപ്പെടുത്തി അവനെ ജീവിക്കുവാൻ കുറേ നാൾ അനുവദിക്കുകയാണ്. എന്നിട്ട് മുത്തും, എന്നിട്ട് നിങ്ങൾ മരിക്കുക. അപ്പോൾ അള്ളാഹിൻ്റെ വഴിയിലാണ് നിങ്ങൾ കൊല്ലപ്പെടുന്നതെങ്കിലും, അതല്ല സാധാരണ നിലയിലുള്ള ഒരു മരണമാണ് നിങ്ങൾ വരിക്കുന്നതെങ്കിലും, അള്ളാഹിൻ്റെ വഴിയിലാണെങ്കിൽ ലമഗ്ഫിറത്തും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം. കാരണം ഈ രണ്ട് വഴിയിലും അവൻ അള്ളാഹുവുമായിട്ട് മാത്രം ബന്ധിതനാണ്. അതുകൊണ്ടാണ് ലമഗ്ഫിറത്തും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം ലഭിക്കുമെന്ന് പറയുന്നത്. വറഹ്മത്തുൻ, അവൻ്റെ പക്കൽ നിന്നുള്ള കാരുണ്യവും അവർക്ക് ലഭിക്കുന്നതാണ്. എന്നിട്ട് തുടർന്ന് അവസാനം ഒരു വാക്ക് പറയുകയാണ്, ഖൈറും മിമ്മാ യജ്മഊൻ. മണ്ടന്മാരെ, ഇഹലോകത്ത് കിടന്ന് നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന എല്ലാ കാര്യങ്ങളെക്കാളും ഉത്തമമായതാണ് ഈ പ്രവൃത്തി ഇത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇഹലോകത്ത് അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് അവനിൽ നിന്നുള്ള മഗ്ഫിറത്ത് കിട്ടുന്നതിന്, പാപമോചനം കിട്ടുന്നതിന്, അവനിൽ നിന്നുള്ള കാരുണ്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് പര്യാപ്തമായ പ്രവർത്തനങ്ങൾ ചെയ്യുക. അതല്ലാതെ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഹലോകത്ത് വെച്ച് നേടുന്നതിന് പര്യാപ്തമായിട്ടുള്ളതല്ലാതെ എന്തെങ്കിലും ഇതാണ് ഖൈറായിട്ടുള്ളത്, മിമ്മാ യജ്മഊൻ, ഇത് വിട്ടിട്ട് നിങ്ങൾ സമാഹരിക്കുന്ന എന്ത് കാര്യവും നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. അതിനേക്കാൾ ഉത്തമമായ കാര്യമാണ് പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കത് സ്വീകരിക്കാം. ഇതിന് ഉള്ള ഒരു വലിയ വിശദീകരണമാണ് ഈ വചനത്തിന് ഖലീഫത്തുള്ള കൊടുത്തിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഇതിൻ്റെ വിശദീകരണങ്ങളുമായി നമുക്ക് നാളത്തെ പ്രഭാതത്തിൽ സംസാരിക്കാം. ജസാക്കുമുല്ലാഹു ഹസ്സനൽ ജസാ. അല്ലാഹു തആല അവൻ നൽകിയിരിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഓരോ വചനത്തിലും അടങ്ങിക്കിടക്കുന്ന അമൂല്യമായ അറിവിൻ്റെ സമ്പത്തുകൾ, ജ്ഞാനത്തിൻ്റെ സമ്പത്തുകൾ, അതുപോലെ അത് പ്രവർത്തിക്കുന്നതിലൂടെ ലഭ്യമാകുന്ന അനന്തമായ സൗഭാഗ്യങ്ങൾ,
ഇത് ഓരോ വചനത്തിലും തുറന്നു വച്ചിരിക്കുകയാണ്. ഈ വചനത്തിൽ പറയുന്ന കാര്യങ്ങളെ വേണ്ട പരിഗണന കൊടുത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ നിലയിൽ നമ്മുടെ ദിനരാത്രങ്ങൾ ചിലവഴിച്ച് അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും അവനിൽ നിന്നുള്ള കാരുണ്യവും കരസ്ഥമാക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.